വഞ്ചിയൂരിൽ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ബി.ജെ.പി. പ്രവർത്തകരാണ് ഗുരുതരമായ ആരോപണം CPI-എതിരെ ഉന്നയിച്ചത്. കള്ളവോട്ട് ആരോപണമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. പോലീസ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പോലീസിനോട് അവർ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റൊക്കെ കാണിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. നടപടി കൈക്കൊള്ളുന്നതുവരെ തങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന് പറയുകയാണ്. പ്രതിഷേധിക്കുകയാണ് ബി.ജെ.പി. പ്രവർത്തകർ. കള്ളവോട്ട് 250-ലേറെ കള്ളവോട്ടുകൾ ചെയ്തിട്ടുണ്ട് എന്നവർ വ്യക്തമാക്കുന്നു. അതിൽ LDF സ്ഥാനാർത്ഥിയുടെ സഹായിയുടെ മകൾ ഉൾപ്പെടെയുണ്ട്. കുന്നുകുഴിയിൽ വോട്ടുള്ളയാൾ വഞ്ചിയൂരിലും വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ പേർ. ഒപ്പം തന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് വോട്ടില്ലാത്തയിടത്ത് അത് വോട്ടേഴ്സ് ലിസ്റ്റ് കാണിച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. 0 എന്നുള്ളതാണ് ട്രാൻസ്ജെൻഡേഴ്സിന്റെ കോളത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ നേരത്തെ ചില ട്രാൻസ്ജെൻഡേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നു വോട്ട് ചെയ്യാൻ. അവരെ തടഞ്ഞപ്പോൾ തങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിക്കുകയാണ് ട്രാൻസ്ജെൻഡേഴ്സ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ആരോപണം അവർ ഉയർത്തുകയാണ്. അപ്പോൾ കള്ളവോട്ട് തടഞ്ഞതിന് തങ്ങളെ മർദ്ദിക്കുന്നു CPI-ന്റെ നേതൃത്വത്തിൽ എന്ന് പറയുകയാണ്. ഒപ്പം ാണ് വഞ്ചിയൂരിൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അറസ്റ്റ് ചെയ്യണം, നടപടി വേണമെന്ന് പോലീസിനോട് പറയുന്നു. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും രേഖകൾ സഹിതം BJP പരാതി നൽകിയിട്ടുണ്ട്. വഞ്ചിയൂരിൽ കള്ളവോട്ട് നടന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് റീപോളിംഗ് വേണം എന്നുള്ളതാണ് ആവശ്യം. ഇപ്പോൾ 53.87 കടന്നിരിക്കുന്നു. ഇതിനോടകം തന്നെ 70 ലക്ഷത്തിലേറെ പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. ഇനിയും വൈകുന്നേരമാകുമ്പോൾ കൂടുതൽ പേർ പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. എല്ലാ ജില്ലകളിലും 7 ജില്ലകളിലും 50% കടന്നിട്ടുണ്ട് പോളിംഗ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.